ഹായ് ഗൈസ്, വെൽക്കം ടു ഫിസിക്സ് മല്ലു. അപ്പോൾ +2 സേ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം +2 പബ്ലിക് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം 25 ദിവസം അല്ലെങ്കിൽ 24 ദിവസമാണ് കറക്റ്റായിട്ട് നമ്മുടെ സേ എക്സാമിന് ഉണ്ടാവാറുള്ളത്. അതായത് ഈ വരുന്ന മെയ് 26-നാണ് നമ്മൾ +2വിൻ്റെ റിസൾട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ജൂൺ അവസാനം 20-ാം തീയതിക്കും 25-ാം തീയതിക്കും ഇടയിലായിരിക്കും നമ്മുടെ സേ എക്സാം എന്നുള്ളത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും. അപ്പം ഇപ്പം വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ സേ എക്സാം ടഫ് ആകാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. എന്താണ് സാറേ അതിനുള്ള റീസൺ എന്നുള്ളതായിരിക്കും നിങ്ങൾ എല്ലാവരും ആലോചിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സാറ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ സേ എക്സാം ഈ 2026 പബ്ലിക് എക്സാമിന് തോറ്റവർ മാത്രമല്ല എഴുതാൻ വേണ്ടി പോകുന്നത്. 2017 മുതൽ ഉള്ളവർ ഈ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് 2017 നമുക്കറിയാം അത്യാവശ്യം നല്ല സിലബസ് ഉണ്ടായിരുന്നു. 2021 ശേഷം ഈ കോവിഡ് ടൈമിന് ശേഷമാണ് നമ്മൾ സിലബസ് വെട്ടിക്കുറച്ചിട്ടുള്ളതും എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ രണ്ട് ഓപ്പൺ, ഒന്നുകിൽ നമുക്ക് എളുപ്പമാകും അല്ലെങ്കിൽ നമുക്ക് ടഫ് ആകും. അതായത് ഉദ്ദേശിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ 2017 ആ ബേസിലുള്ള ആ ഒരു സിലബസ് ബേസിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഇതിൽ നമ്മുടെ ഈ ഒരു എക്സാമിന് തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ആ എക്സാം ടഫ് ആയിരിക്കും. അതിൽ യാതൊരു സംശയവും അവിടെ ഇല്ല. ഓക്കെ, ഇനി അല്ല ഇപ്പോഴത്തെ സിലബസ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്കും സുഖമാണ്. അന്ന് അതായത് 2017 ശേഷം ആ ഒരു ശേഷത്തിന് എഴുതുന്ന എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും അത് എളുപ്പമായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ക്ലിയർ? അപ്പൊ ഇതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ടുണ്ട് സിലബസ് ഒക്കെ വെട്ടിക്കുറച്ചെങ്കിലും എക്സാമിന്റെ പാറ്റേൺ കംപ്ലീറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് അല്ലേ? കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്കറിയാം ഫിസിക്സ് അതേപോലെ മാത്സ് സബ്ജക്റ്റുകൾ നല്ല പോലെ ടഫായിട്ട് വരുന്നുണ്ട് +1-ലും +2-വിലും. ഓക്കെ, ഇപ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ഫിസിക്സ് കുറച്ച് എളുപ്പമാണ്, പക്ഷെ മാത്സ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ടഫായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കേസിൽ സാറിന് പറയാനുള്ളത് വെച്ചാൽ ആ പാറ്റേൺ ചേഞ്ച് കാരണവും ആ പാറ്റേൺ ചേഞ്ച് നമ്മുടെ സേ എക്സാമിനെയും ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ആ കാര്യം കൂടെ വെച്ചിട്ടാണ് സാറ് പറയുന്നത് ഇപ്രാവശ്യത്തെ എക്സാം ടഫ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ളത്. നിങ്ങൾ ടെൻഷൻ അടിക്കുകയൊന്നും വേണം, ടെൻഷൻ അടിപ്പിക്കാനോ അല്ലാത്ത കേസൊന്നുമല്ല സാറ് പറയുന്നത്. ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ആയി തുടങ്ങാം. ഞാൻ ഓൾറെഡി പറയുന്നു 2017 മുതലുള്ളവരാണ്, അവരെന്ത് ചെയ്യണം, ഇപ്പോഴേ നമ്മൾ പഠിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിന് ഫുൾ ഹെൽപ്പായിട്ട് നമ്മളെ ഫിസിക്സ് മല്ലു ടീം ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിലൂടെ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളും എക്സാമിന് വരാൻ പോകുന്ന ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നോട്ട്സുകളും ഒക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, അതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആരും എന്ത് ചെയ്യരുത്, ഈ ഒരു അവസരം മിസ്സാക്കരുത്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.